ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നല്ലൊരു മട്ടൻ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മട്ടൻ പെരളനാണ് ഇത്. ചോറ്, ചപ്പാത്തി, പൊറോട്ട, അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സൈഡ് ഡിഷ് കഴിക്കാവുന്നതാണ്. ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിപ്പോൾ ഏകദേശം 1 കിലോയ്ക്ക് അടുത്തുള്ള മട്ടനാണ്. ആദ്യം നമുക്ക് ഈ മട്ടനിലേക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഏലക്ക ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഇപ്പം 10-15 വലിയ വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, 5 ഏലക്കയുടെ കുരു, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് നമുക്ക് ഇതിൽ നിന്ന് പകുതി എടുത്ത് നമുക്ക് മട്ടനിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ളതാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലകളും ഈ പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് ഈ മട്ടനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് കുറഞ്ഞ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാലും നല്ലതാണ്. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണെങ്കിൽ കുറച്ച് നേരം. ഞാൻ 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മട്ടൻ എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. മട്ടൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി വേവുണ്ട്, അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം മട്ടൻ എല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം, ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചില മട്ടന് ഒത്തിരി വെള്ളം ഇറങ്ങും, ചിലതിനകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ അധികം വെള്ളം ഒന്നും ഇറങ്ങത്തില്ല. അപ്പം ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മസാലയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ 5 ചെറിയ സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായ കൊണ്ടാണ് ഞാൻ 5 സവോള ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മട്ടൻ ഇങ്ങനെ ഒരു സൈഡിൽ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. സവോള ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം എടുത്ത് മാറ്റി വെക്കുകയാണ്. നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, കുരുമുളകും, ഏലക്ക എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കി വന്നിരിക്കുന്നതും കൂടെ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണേ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സവോള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വഴറ്റി വെച്ചിരുന്ന സവോള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് അരച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം മട്ടനിൽ അധികം വെള്ളം ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്ത മീറ്റിലേക്ക് ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് മട്ടനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി. ഇപ്പം നന്നായിട്ട് അതിൻ്റെ ചാറെല്ലാം കുറുകി വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് ഇതുപോലെ തുറന്നൊന്ന് വെക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അടുത്തുള്ള കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മല്ലിയിലയൊക്കെ ഇഷ്ടമില്ലാത്തവർ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം. പക്ഷേ ഈ ഒരു മട്ടനും മല്ലിയിലയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ തരുന്നത്.
ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം ഒരു 5 മിനിറ്റ്. അതായത് ഈ മട്ടനിലേക്ക് ഈ മല്ലിയിലയുടെ ഫ്ലേവർ ചെല്ലുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. മട്ടൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ പെരളനാണ്. നമ്മുടെ മട്ടൻ അങ്ങനെ ചില്ലറക്കാരനായിട്ടുള്ള ഒരു സാധനമല്ല. ധാരാളം പ്രോട്ടീൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ അയൺ, സിങ്ക്, വിറ്റമിൻ B12 ഇതൊക്കെ ധാരാളമായിട്ട് നമ്മുടെ മട്ടനകത്തുണ്ട്. അതുപോലെ നമ്മുടെ മസിൽസിൻ്റെ ഗ്രോത്തിനും മസിൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും. അനീമിയ എന്ന രോഗം വരാതിരിക്കാനും മട്ടൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ മട്ടൻ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാതെ പോകരുതേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.